ഹലോ, ഇന്ന് വന്നിരിക്കുന്നത് ചിക്കനെ കൊണ്ടൊരു ചെറിയ ഐറ്റമായിട്ടാണ് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി വയ്ക്കുന്നത്. അപ്പോൾ ഇതിക്ക് ആവശ്യമായത് ചിക്കന്, ക്രഷ്ഡ് ചില്ലി, ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ. പിന്നെ നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചിക്കന് ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ചിക്കനക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഉപ്പ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ ചിക്കനൊന്ന് ഉപ്പുമായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഞാനിതവിടെ പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ തയ്യാറാക്കാനായിട്ട്. ഓയിൽ ഉപയോഗിക്കരുത്, വെളിച്ചെണ്ണ തന്നെ മസ്റ്റായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചൂടാവാൻ വെക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസ് അതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഞാൻ ഓരോ ചിക്കനും നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ജസ്റ്റ് ആയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളൊരു 5-10 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ ഒരു ഹാഫ് വേവായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഇങ്ങനെ 2-3 മിനിറ്റ് കൂടുമ്പോൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ മറിച്ച് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ചിക്കൻ ഇങ്ങനെ വെന്ത് വരുന്നതാണ്. ഇപ്പോൾ ഇതാ ഞാൻ 3-4 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്തോ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഹാഫ് വേവൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലോണം തന്നെ അങ്ങനെ തന്നെ മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നല്ലോണം എടുത്തിട്ട് നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 5-10-15 മിനിറ്റ് ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചിക്കന് വെന്ത് വരുന്നതാണ്. ശേഷം നമ്മുടെ ക്രഷ്ഡ് ചില്ലി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5-6 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ്. ഞാനിവിടെ 500 ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചില്ലി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ സ്പൈസി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ നമ്മൾ ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വെള്ളമോ പിന്നെ എക്സ്ട്രാ പൊടികളോ കാര്യങ്ങളോ ഒന്നും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഒരു 5-10 മിനിറ്റ് ഒന്ന് ജസ്റ്റ് അതിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ നമ്മുടെ ക്രഷ്ഡ് ചില്ലിൻ്റെ ആ മൂപ്പൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് സെറ്റായി വരും. അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.